Hi my friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ മെൻറ്റർ സഹായത്തോടു കൂടി എങ്ങനെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളായ IAS, IPS, അതുപോലെ തന്നെ IFS, പിന്നെ KS തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെ നേടാം, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള സിമ്പിളായിട്ടുള്ള ഡീറ്റെയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ മെൻറ്റർഷിപ്പിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് UPSC, IAS തുടങ്ങിയ സ്വപ്നം വെക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഫ്രീ UPSC ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അറ്റൻഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ ക്യാഷ് ഇല്ലാത്ത ആളോ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലെല്ലാ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഫ്രീ UPSC ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ലൈവായിട്ടാണ് ക്ലാസ് ഉണ്ടാവാറ്. ഇപ്പോൾ ഓൾറെഡി രണ്ടാമത്തെ സീസൺ നമ്മളതിൻ്റെ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ഗവേണൻസ് ക്ലാസ് കഴിഞ്ഞു. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ക്ലാസ് 4ാമത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഉണ്ടാവും അടുത്ത ക്ലാസ്. അപ്പോൾ ആ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾ ഉപകാരമാണ് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ വീഡിയോസ്, അതിൻ്റെ ഫയൽ, മെറ്റീരിയൽസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ മെൻറ്റർ സഹായം നിങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ ചിലപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവരുണ്ടാവും. അവർക്ക് എന്തായാലും ഒരു മെൻറ്റർ സഹായം ആവശ്യം. കാരണം അവർ അവരുടേതായ രീതിയിലാണ് പഠിച്ചു പോകുന്നത്. അത് എപ്പോഴും UPSC ട്രാക്കിലോട്ട് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനും, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില മോട്ടിവേഷനിലൊക്കെ പഠിക്കുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മോട്ടിവേഷൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ആ എനർജി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓർഡർ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഇത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റാത്തൊരവസ്ഥ വരിക. ഈ സമയത്തൊക്കെ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒരു മെൻറ്റർ സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ UPSCയുടെ അല്ലെങ്കിൽ KSൻ്റെ ആ കറക്റ്റ് ട്രാക്കിലാണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വീക്കാവുന്ന സമയത്ത്, മോട്ടിവേഷൻ ഇല്ലാത്ത, എനർജി വീക്കാവുന്ന സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഒരാളെ എപ്പോഴും നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് എപ്പോഴും ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ PCM ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ എങ്ങനെ ഇത് ഗുണകരമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇൻഡിവിജ്വലി ഒരു മെൻറ്റർ നമ്മളെ കറക്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും എല്ലാ വീക്കിലിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി എന്ത് ഡൗട്ട് വരികയാണെങ്കിലും ചോദിക്കാനുള്ള ഒരാളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവും, വീക്കിലിയിലോട്ടുള്ള ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പഠിച്ചു പോകാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററെ സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെൻറ്റർ സഹായം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ ആൻസർ റൈറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. കാരണം ആൻസർ റൈറ്റിംഗ് ഇവാലുവേറ്റ് ചെയ്യാൻ, അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ ട്രാക്കിലാണോ എന്ന് ഉറപ്പ് വരുത്താൻ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ, UPSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കാൻ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സമയത്തും നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ മെൻറ്റർ സഹായം എന്ന് പറയുന്നത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ആരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓൾറെഡി UPSC പ്രിപ്പയർ ചെയ്യുന്ന, KS പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അത് സെൽഫായിട്ട് പഠിക്കുന്നവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇപ്പോൾ എല്ലാവർക്കും 150-500 ആൾക്ക് ഒരുമിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരാളെ ഇൻഡിവിജ്വലി നോക്കാൻ പറ്റിക്കോളന്നുണ്ടാവില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PCM ക്ലാസ്സിലും നമ്മൾ ഒരുപാട് പേര് ഇരുന്ന് പഠിക്കുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടാവില്ല. അത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു മെൻറ്റർഷിപ്പ് കിട്ടും. ആ ഫസ്റ്റ് മെൻറ്റർഷിപ്പ് നമ്മളൊരു വർഷത്തേക്കുള്ള സ്ട്രാറ്റജി പറഞ്ഞു തരും. എത്ര മാസം ഇനി പ്രിലിംസിലോട്ടുണ്ടോ അത്രയും മാസം, അതുപോലെ തന്നെ മെയിൻസിലോട്ടുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തെ സ്ട്രാറ്റജി തയ്യാറാക്കും. ഓക്കെ, എങ്ങനെ പഠിക്കണം, ഫസ്റ്റ് നമ്മൾ എങ്ങനെ UPSC എന്താണെന്നുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞുതരും. എന്നിട്ട് ഒരു വർഷത്തേക്കുള്ള സ്ട്രാറ്റജി പ്ലാനിങ് തയ്യാറാക്കും. അത് മന്ത്ലി പ്ലാനിങ് ആക്കി മാറ്റും, അത് വീക്ക്ലി ടാർഗറ്റ് ആക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് മെൻറ്ററിങ്ങിൻ്റെ മുന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരും. അതിൽ കറണ്ട് അഫെയർസ് ഉണ്ടാവും, NCERT ഉണ്ടാവും, ഒരു ബുക്ക് NCERTയിൽ ഓരോ ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ ഓരോ ക്ലാസ്സിലെ ഓരോ സബ്ജക്റ്റ് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ്. NCERT ഉണ്ടാവും, കറണ്ട് അഫെയർസ് ഉണ്ടാവും. കറണ്ട് അഫെയർസിൽ നമ്മൾ ഡെയിലി പത്രം വായിക്കുന്നുണ്ട്, ഡെയിലി ക്വസ്റ്റ്യൻ ആൻസർ MCQ ചെയ്യുന്നുണ്ട്, മന്ത്ലി വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ GS സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും, എല്ലാ GSകളും, SA പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ഓപ്ഷൻ പഠിക്കേണ്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരും. അതുപോലെ തന്നെ മാപ്പ് സ്റ്റഡീസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൻസർ റൈറ്റിംഗ്, MCQs ഡെയിലി കറണ്ട് അഫെയർസ് വെച്ചുകൊണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്കിലോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീക്കിൽ അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ MCQs കിട്ടും. അതുപോലെ തന്നെ ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടും.
അത് നിങ്ങൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്ത് അയക്കണം. MCQs നിങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് കിട്ടും. അതുപോലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ച കാര്യങ്ങൾ ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ചോദ്യം ചോദിക്കുന്നു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചോദിക്കാൻ വേണ്ടാത്തവരുണ്ട്, അവർക്ക് ചോദിക്കില്ല. ചോദിക്കണം എന്ന് പറയുന്നവർക്ക് അത് നമ്മൾ എന്ത് ചെയ്യും, വീക്കിലി ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആൻസർ റൈറ്റിങ്ങിൻ്റെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്ട്രക്ചറിങ്, കണ്ടൻറ്റ് വൈസ് ഓരോന്നോരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു തരും. ഇത്തരം കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വരുന്ന മുൻകൂട്ടി മെൻറ്ററിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തന്ന് അടുത്ത വീക്കിലോട്ട് ടാർഗറ്റ് നമ്മൾ എന്ത് ചെയ്യും, തരും. ഈ രീതിയിലാണ് നമ്മുടെ മെൻറ്ററിങ് പോകുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളുണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടാവും, GSൻ്റെ ഒക്കെ റിവിഷൻ ക്ലാസ്സുകളുണ്ടാവും, CSAT എങ്ങനെ ചെയ്ത് പോകേണ്ടത് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ റൈറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളുണ്ടാവും. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മെൻറ്റർഷിപ്പ് പോകുന്നത്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, വളരെ ചെറിയ ഫീസ് വരുന്നുണ്ട്, വളരെ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെയുള്ള നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ എന്ത് ചെയ്യുക, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM ക്ലാസ് നടക്കുന്നുണ്ട്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് എന്ന് പറയും. അപ്പോൾ അതാകുമ്പോൾ കംപ്ലീറ്റ് ഡെയിലി ക്ലാസ് കിട്ടുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെയുള്ള നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അതുകൂടാതെ ഓപ്ഷണൽ ഫിലോസഫി, മലയാളം, അതുപോലെ തന്നെ CSAT ക്ലാസ്സുകൾ, ആൻസർ റൈറ്റിംഗ്, അങ്ങനെ തുടങ്ങിയ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഏതിലെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിലോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. നമ്മുടെ ക്ലാസ്സിലൊക്കെ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും